ഹായ് ഹലോ. ഇന്ന് നമുക്ക് ഇവാൻ്റെ ഒരു വാക്സിനേഷൻ വ്ലോഗ് കണ്ടാലോ? ഇവാൻ ഇപ്പോൾ 7th മന്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിന്ന് പോകുന്നത് 6th മന്തിൽ വാക്സിനേഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നാട്ടിൽ പോലെയല്ല, നാട്ടിൽ നമ്മൾ 1.5 മാസം 2.5 മാസം അങ്ങനെയല്ലേ വാക്സിൻ കൊടുക്കുന്നത്. ഇവിടെ 2 മാസം 4 മാസം 6 മാസം അത് കഴിഞ്ഞ് 1 വയസ്സ് അങ്ങനെയാണ് നമ്മൾ വാക്സിനേഷൻ പാറ്റേൺ പോകുന്നത്. അപ്പോൾ രാവിലെ അച്ഛൻ എണീച്ച് വീണ്ടും കിടന്ന് ഉറങ്ങേണ്ട ദേഷ്യമാണ് മൂപ്പര് കാണിക്കുന്നത്. എങ്ങനെയെങ്കിലും അച്ഛനെ കുത്തിപ്പിടിച്ച് എഴുന്നേൽപ്പിക്കാനുള്ള ശ്രമമാണ് ഇത്. അങ്ങനെ അച്ഛനെയൊക്കെ പെട്ടെന്ന് തന്നെ കുത്തിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ച് നമ്മൾ വേഗം തന്നെ റെഡി ആയിട്ടുണ്ട്. നല്ല പുതിയ കുപ്പായൊക്കെ ഇട്ടിട്ട് പാവം എൻ്റെ കുഞ്ഞ് അറിയണില്ലല്ലോ, അവന് 2 കുത്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരുക്കി കൊണ്ടുപോകുന്നതെന്ന്. ഞാൻ മാത്രമല്ല കേട്ടോ, അവൻ്റെ അച്ഛനും അവൻ്റെ അമ്മമ്മയും കൂടെ ഉണ്ട്. അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ റെഡി ആയിട്ട് ലിഫ്റ്റിനടുത്തെത്തി. ലിഫ്റ്റ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ താഴെ ഞങ്ങൾ കാറ് വന്നിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ലിഫ്റ്റ് കയറിയാൽ പിന്നെ നമ്മൾ ഈ കണ്ണാടി നോക്കിയിട്ടൊരു വീഡിയോ അത് നിർബന്ധമല്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കണ്ടോ, ഇവൻ കണ്ണാടിയിലേക്ക് നോക്കിയിരിക്കുന്ന ഈ കണ്ണാടി ഫോൺ ഇതൊക്കെ അവന് ഭയങ്കര ഒരു അത്ഭുതമാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ താഴെ എത്തി. താഴെ കാറ് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ വേഗം കാറിൽ പോയി കയറി. ഇവൻ കാറ് കയറി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ഭയങ്കര പാവം കുഞ്ഞാട്ടോ. പിന്നെ അവനൊന്നും മിണ്ടില്ല, അവൻ ഇങ്ങനെ കിടന്നോളും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവൻ മാത്രമല്ല കേട്ടോ, അവൻ്റെ അമ്മമ്മയും അവൻ്റെ അച്ഛനും ഒക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഉറക്കായി. അപ്പോൾ പിന്നെ ഞാൻ ബോറടിച്ചിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ പുറത്ത് എന്താ നടക്കുന്നതും കൂടെ നിങ്ങളെ കാണിച്ചു തരാമെന്ന്. അപ്പം ഒരു ഉൾപ്രദേശമാണ് കേട്ടോ നമുക്ക് കിട്ടിയേക്കുന്നത്, കുറച്ച് ഉള്ളിലേക്കാണ്. അപ്പോൾ നമ്മൾ താമസിക്കുന്ന അവിടുന്ന് ഒരു 45 to 50 മിനിറ്റ്സോളം നമുക്ക് ദൂരമുണ്ട് അവിടെ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ പുറത്ത് ഫുൾ ഈ മരുഭൂമി പോലെ കിടക്കുമായിരുന്നു. കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഈ മരുഭൂമിയിൽ ഇങ്ങനെ പച്ചപ്പില്ലേ, അതേപോലെ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല, ഇടയ്ക്ക് 1-2 ഒട്ടകങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ എന്തൊക്കെയോ അവരുടെ ഈ ഒട്ടകങ്ങളോ അങ്ങനെ എന്തോ കൃഷികളോ ഒക്കെ ആയിട്ടുള്ള കുറേ എന്തൊക്കെയോ ഒരു സ്ഥലങ്ങളാന്ന് തോന്നുന്നു. അതേപോലെ കുറേ ടെൻറ്റൊക്കെ പോലെ കുറേ കണ്ടു അവിടെ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ദാ നമ്മുടെ ആളെ എഴുന്നേറ്റിട്ടുണ്ടേ. ഏകദേശം നമുക്ക് നമ്മുടെ ലൊക്കേഷനിൽ എത്താനുമായിട്ടുണ്ട്. അപ്പം ഞാൻ പിന്നെ അവനെ ഉറക്കാനൊന്നും നിന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു അവൻ കുറച്ച് കാഴ്ച കണ്ടോട്ടെ എന്ന് വെച്ചിട്ട് അവനിങ്ങനെ പൊക്കി പിടിച്ചിരുന്നേ. അപ്പോൾ ആൾ കാഴ്ചയൊക്കെ കാണുന്നുണ്ടേ. ഒരു 2 months മുന്നേ ഇവനെയും കൊണ്ട് ഇതേപോലെ പോയ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, അവന് എത്ര കുഞ്ഞായിരുന്നു എന്നറിയോ. അപ്പോൾ എത്ര പെട്ടെന്നല്ലേ നമ്മുടെ മക്കളൊക്കെ വലുതാവുന്നത്. അങ്ങനെ നമ്മൾ സ്ഥലം എത്തിയിട്ടുണ്ടേ. സ്ഥലം എത്തിയപ്പോൾ എനിക്ക് ഈ ബാഗും അവനെ എല്ലാം കൂടെ വെച്ചിട്ട് ഇറങ്ങാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് സിത്തുവേട്ടൻ ഇറങ്ങി അവനെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് വരുവാണേ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. നമുക്ക് ഇവിടുത്തെ എല്ലാം ഒന്നും വീഡിയോ എടുത്ത് കാണിക്കാൻ പറ്റില്ല, എങ്കിലും കുറച്ച് ഫ്രൂട്ടേജസ് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞ് ഇവിടെ അങ്ങനെ ഒട്ടും തിരക്കൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഈ വാക്സിനേഷനൊക്കെ ആയിട്ട് സ്പെഷ്യലായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മളവിടെ ഉള്ളിൽ കയറി അവിടെ ഇരുന്ന് അപ്പം തന്നെ നമുക്കൊരു ടോക്കനൊക്കെ തന്നു. ഒട്ടും ഡിലേ ഇല്ല കേട്ടോ. അപ്പം തന്നെ നമ്മൾ ഉള്ളിലേക്ക് ഒരു ഇന്ന കൗണ്ടറിലേക്കൊക്കെ ചെല്ലാൻ വേണ്ടിയിട്ട് പറഞ്ഞു. എന്ത് ക്ലീനാണെന്നറിയോ, ഇവിടെ വളരെ നീറ്റായിട്ടുള്ള സ്ഥലമാണ്. അങ്ങനെ നമ്മൾ അവിടെ എത്തി. അപ്പോൾ നമ്മൾ വാക്സിൻ ചെയ്യുന്നതിന് മുന്നേ അവനെ കുറച്ച് ചെക്കപ്പുകളൊക്കെ ചെയ്യും, അവൻ്റെ ഹൈറ്റ്, വെയിറ്റ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ അവന് ഇതൊക്കെ കണ്ട് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. നല്ല വെളിച്ചം കാണുന്നു, കുറച്ച് ആൾക്കാരെയൊക്കെ കാണുന്നു. ആളാണെങ്കിൽ അവിടെ കിടത്തിയിട്ട് എണീക്കാൻ തന്നെ വലിയ ഇഷ്ടമൊന്നും ഇല്ലാത്ത പോലെ നല്ല സുഖിച്ച് അവിടെ കിടക്കുമായിരുന്നു. അങ്ങനെ അവന് ഇഞ്ചക്ഷനൊക്കെ വെച്ചു. അപ്പോൾ അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലേ. 2 കാലിനും ഉണ്ടായിരുന്നു, അതേപോലെ വായിലുള്ളൊരു തുള്ളി മരുന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് വെച്ചപ്പോൾ തന്നെ ആൾ ഭയങ്കര കരച്ചിലിട്ടോ. അവന് ഏകദേശം നമ്മളെല്ലാം പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവന് തോന്നി എന്തോ അവന് ചെയ്യാൻ പോവാണെന്ന്. അത് മുതൽ അവൻ കരഞ്ഞു തുടങ്ങി. പക്ഷേ ഇഞ്ചക്ഷൻ വെച്ച് അവനെടുത്ത് അപ്പോൾ അവന് പ്രത്യേകിച്ച് പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായില്ലേ. അത് കഴിഞ്ഞ് നമ്മൾ വിചാരിച്ചു ഓക്കെ എന്നാൽ അവന് എന്തായാലും അവിടെ ഒബ്സർവേഷൻ ഇരിക്കണം. അപ്പോൾ അവിടെ കുറച്ച് പ്ലേ ഏരിയ ഉണ്ടേ. അപ്പോൾ ആ പ്ലേ ഏരിയയിൽ കൊണ്ടുപോയി ഇവനെ കുറച്ച് നേരം കളിപ്പിക്കാമെന്ന് വിചാരിച്ച് അവിടെ കുറച്ച് നേരം കൊണ്ട് കളിപ്പിച്ചു. അപ്പോൾ ആൾ ഹാപ്പി ആയിരുന്നു, അവനങ്ങനെ പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവനവിടെ അതും ഇപ്പോൾ ഇതിലൊക്കെ ഇരുത്തി കണ്ടപ്പോഴാണ് മനസ്സിലായത് എൻ്റെ കുഞ്ഞ് ഇത്ര വലുതായോ എന്ന്. വാക്കറിലൊക്കെ ഇരിക്കാൻ മാത്രം അവന്. ഇനിയിപ്പോൾ അവൻ്റെ ഓരോ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ പെട്ടെന്നായിരിക്കുമല്ലോ. ഇനി നടക്കാൻ തുടങ്ങും, പിടിച്ച് നിൽക്കാൻ തുടങ്ങും, നടക്കാൻ തുടങ്ങും അങ്ങനെ. അപ്പോൾ ഇതിലൊക്കെ എൻ്റെ കുഞ്ഞ് സപ്പോർട്ടില്ലാണ്ട് ഇങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി, കൂടെ സങ്കടവും തോന്നി. ഇനി അവൻ നമ്മളെ സപ്പോർട്ടില്ലാണ്ട് എന്തൊക്കെയല്ലേ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ അവൻ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് പിന്നെ ഇടയ്ക്ക് ചെറിയ കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു ഈ ഇഞ്ചക്ഷൻ വെച്ചതിൻ്റെ. അപ്പോൾ 2 കാലിനും വെച്ചുകൊണ്ട് തന്നെ അവിടെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ ചിലപ്പോൾ കാണാൻ പറ്റും, 2 കാലിലും ഓരോ സ്റ്റിക്കറുണ്ട്. അത് കഴിഞ്ഞപ്പോൾ അച്ഛൻ വീണ്ടും എടുത്ത് അവനെ കുറച്ച് നേരമൊക്കെ കളിപ്പിച്ച്, അപ്പോൾ വീണ്ടും അവൻ്റെ സങ്കടമൊക്കെ മാറി. അങ്ങനെ എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് കേട്ടോ, ചെറിയൊരു ചിണുങ്ങലൊക്കെ അവനുണ്ട്. അങ്ങനെ അവനും അച്ഛനും കൂടെ കുറച്ച് നേരം കളിച്ചു. അപ്പോൾ ഞാനും അമ്മയും അവിടെ വെറുതെ ഇരിക്കായിരുന്നില്ല. അപ്പോൾ ഞങ്ങളും അവിടെ ഇരുന്നു ചുമ്മാ അവൻ്റെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട്.
അങ്ങനെ വെറുതെ ഇങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് ആ ഒബ്സർവേഷൻ ടൈം ഞങ്ങൾ അങ്ങനെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ കണ്ടോ ഇതാരാ കളിക്കാൻ പോയേക്കണെന്ന്? കുട്ടിയുടെ പേരും പറഞ്ഞിട്ട് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന അവൻ്റെ അച്ഛനാണ്. അങ്ങനെ അവൻ്റെ അച്ഛനും അവിടുന്ന് കുറച്ച് നേരം അതൊക്കെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ഇനി ടൈം വൈകണ്ട, ഇനി പോകാമെന്ന് വിചാരിച്ചു. എനിക്ക് പോയി കഴിഞ്ഞിട്ട് എനിക്ക് വീണ്ടും ഡ്യൂട്ടിയിൽ കയറാനുള്ളതാണ്. ഞാനിവിടെ ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കാറ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാർ അവിടെ ഉണ്ട്. അപ്പോൾ ചേട്ടൻ ഞങ്ങളെ കണ്ട്. അപ്പോൾ ഞങ്ങൾ വേഗം അവിടേക്ക് വരാനൊക്കെ പറഞ്ഞു, കൈ കൊണ്ടൊക്കെ കാണിച്ചു. അപ്പോൾ ചേട്ടന് വേഗം വന്നു. അങ്ങനെ ഞങ്ങൾ കാറ് കയറി. വീണ്ടും കാറ് കയറി അവൻ വീണ്ടും സൈലൻ്റായി കുറച്ച് നേരം അവൻ അങ്ങനെ ഇരിക്കുള്ളൂ. വണ്ടി കയറി കഴിഞ്ഞാൽ പിന്നെ അവൻ ഉറങ്ങിക്കോളും. കുറച്ച് നേരം അവനിങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും അവൻ ഉറങ്ങി. അത് കഴിഞ്ഞ് വീണ്ടും ഉറക്കമാണ്, എണീറ്റിട്ടാണ് കേട്ടോ ഞങ്ങൾ തമ്മിൽ ഈ കളിക്കണത്. അപ്പോൾ അമ്മ എനിക്ക് വീഡിയോ എടുത്തു തന്നു. അപ്പോൾ ഒരു പ്രത്യേക സ്വഭാവം ഉണ്ട്, എല്ലാ മക്കൾക്കും ഇങ്ങനെ തന്നെയായിരിക്കും. നമ്മൾ അവനെ ഒന്ന് ഉമ്മ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കാൻ വേണ്ടിയിട്ട് വരും. അതാ ഞാനൊരു ഉമ്മ വെച്ചതേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ അവൻ വായ കൊണ്ട് കടിക്കുക, നക്കുക, എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ കുറച്ച് നേരം ഞാനും അവനും കൂടെ കളിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ ഫ്ലാറ്റിലെത്തി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് പോയിട്ട് എനിക്ക് വേഗം ഡ്യൂട്ടിക്ക് പോകണം, അതിനിടയ്ക്ക് എന്തെങ്കിലും കഴിക്കണം. അപ്പം പിന്നെ ലാസ്റ്റ് ഫുള്ള് തിരക്കായിപ്പോയി. അപ്പോൾ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, ഇനി റൂമിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും. പിന്നെ അവൻ്റെ അച്ഛനും ലീവായതുകൊണ്ട് എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ ലിഫ്റ്റ് കയറിയപ്പോൾ നമ്മൾ കുറച്ച് ആൻറ്റിമാരെയൊക്കെ കണ്ടേ, അവരൊക്കെ അവനുമായിട്ട് ഇങ്ങനെ കളിക്കുന്നു, അവരുമായിട്ട് സംസാരിക്കുന്നു. അങ്ങനെ നമ്മൾ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ പോയി. ഇനിയിപ്പോൾ വീണ്ടും ഡ്യൂട്ടി, അത് കഴിഞ്ഞ് വീണ്ടും വീട്ടിൽ. ഓക്കെ, ഇനി ഇപ്പോഴെങ്കിലും ഇതുപോലെ ഒരു ലോങ് വീഡിയോ നമ്മൾ എടുക്കുവാണെങ്കിൽ ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്, സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും.